എൻ്റെ ഇസ്ലാമത പേജുകാർ, ഇസ്ലാമത പ്രൊഫൈലുകാർ, ഇസ്ലാമത വിവിധ ചാനലുകാർ, നിങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്ന് എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതത്തിലേക്ക് വന്നു എന്നൊരു വാർത്ത ഉത്ഭവിച്ചാൽ അതിൻ്റെ ഉറവിടമോ വസ്തുതയോ ഒന്നും തിരക്കാതെ കിട്ടുന്നത് വെച്ച് ചാമ്പിക്കളിച്ച് ആളുകളെ ആവേശം കൊള്ളിച്ച് അത് പങ്കുവെപ്പിച്ച് ഈ പറഞ്ഞതുപോലെ എല്ലാ ഗ്രൂപ്പുകളിലും മഹല്ലുകളിലെ ഗ്രൂപ്പുകളിൽ പോലും കൊണ്ടുവന്ന് അടിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ അങ്കും പുങ്കും അറിയാത്ത മനുഷ്യരെ കൊണ്ടെത്തിക്കുന്ന ഈ ജാള്യത നിറഞ്ഞ ഈ ഒരു യുക്തിയും ഒരു ന്യായവും ഒരു നീതിയും ഇല്ലാത്ത ഈ പണി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ ദിവസം വിവിധ പ്രൊഫൈലുകളിൽ നിന്ന് വാർത്തകളായി പേജുകളായി പ്രബോധനം വീക്കിലി എന്ന് പറയുന്നത് പ്രബോധനത്തിൻ്റെ ആളുകൾ ചില്ലറ ബുദ്ധിക്കാരൊന്നുമല്ല. അവർ ലോകവിജ്ഞാനത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും അറിയുന്നവരും വായിക്കുന്നവരുമൊക്കെയാണ്. പ്രമുഖ അമേരിക്കൻ നടൻ സൗദിയിൽ ഇസ്ലാം സ്വീകരിച്ചു. ജനപ്രിയ ടെലിവിഷൻ പരമ്പരയായ ബ്രേക്കിംഗ് ബാഡിലെ ഗസ് ഫ്രിങ് എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ അമേരിക്കൻ നടൻ ജിയാൻ കാർലോ എസ്പോസിറ്റോ സൗദി അറേബ്യൻ സന്ദർശനത്തിനിടെ ഇസ്ലാം സ്വീകരിച്ചതായി ജനറൽ എൻ്റർടൈൻമെൻറ്റ് അതോറിറ്റി ചെയർമാൻ തുർക്കി അൽ ഷെയ്ഖ് അറിയിച്ചു. സൗദി അറേബ്യയിൽ ചിത്രീകരണത്തിലിരിക്കെ എക്സ്പോസിറ്റോ ഇസ്ലാം ഷഹാദത്ത് കലിമ ചൊല്ലുകയും ഒരു പള്ളിയിൽ വെച്ച് പ്രൊഡക്ഷൻ ടീം അംഗങ്ങൾക്കൊപ്പം നിസ്കരിക്കുകയും ചെയ്തതായി അൽ ഷെയ്ഖിനെ ഉദ്ധരിച്ച് സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ കുറിപ്പ്. യഥാർത്ഥത്തിൽ ഇതിലൊരു കഴമ്പും കാമ്പും ഇല്ലാത്ത വസ്തുതാപരമായ ഒരു സംഗതിയാണെന്നാണ് ഈ ഫാക്ട് ചെക്കിങ്ങിൽ നമുക്ക് ബോധ്യപ്പെട്ടത്. അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയിലെ ക്യാരക്ടർ ഈ പറഞ്ഞതുപോലെ തൊപ്പിയും സംഗതിയൊക്കെ വെച്ചുകൊണ്ട് പള്ളിയും പരിസരവും ഒക്കെ ചേരുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിലെ ദൃശ്യങ്ങളാണ് അൽ കവാബ് റിപ്പോർട്ട് ചെയ്തു എന്ന് അൽ ഖുദ്സ് പറഞ്ഞു. ആ ഖുദ്സിനെ സദക്ക് പറഞ്ഞു, സദക്ക് സുദക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എഴുതി പറ്റിച്ച് പുറത്തോട്ട് വിടുന്നത്. ഇതിൻ്റെ രസം എന്താണെന്നറിയോ? ഇത് പറയാനായി ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിൻ്റെ മഹല്ല് കമ്മിറ്റിയുടെ ഒരു ഗ്രൂപ്പിലേക്ക് ഒരു സ്ത്രീ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞൊരു പടം വെച്ച് അത് ഷെയർ ചെയ്യുകയാണ്. ആര്? പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹി. ആ മതം സ്വീകരിച്ചെന്ന് പറയുന്ന ആരാണെന്നറിയാമോ? മിയ ഖലീഫ എന്ന് പറയുന്ന പോൺ സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു നായികയാണ്. അവരുടെ ഒരു പടം ആരോ ഒരാൾ, ചിലപ്പോൾ അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നത് നമ്മുടെ ആരിഫ് ഹുസൈനെ പോലുള്ളവരാണ്, അങ്ങനെ ഒരു പടം ചിത്രീകരിച്ച് അവരുടെ ഒരു മുഖമൊക്കെ വെച്ച് അവർ മഫ്ത പോലെ ധരിച്ചിരിക്കുന്നതൊക്കെ ഇട്ട് അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും പറഞ്ഞൊരു പേര് വിട്ട് പുറത്തേക്ക് വിടുമ്പോഴേക്ക് അതുകൊണ്ട് ആവേശം പൂണ്ട് അങ്ങ് കത്തിപ്പടരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനകത്തേക്ക് ഈ ഒരാൾ വരുന്നതും ഒരാൾ പോകുന്നതും ഒന്നും മഹത്തായ ആഘോഷമായി കൊണ്ടാടാനുമില്ല, ഒരു ചുക്കുമില്ല, ഒരു ചുണ്ണാമ്പുമില്ല. ആദ്യം ചെയ്യേണ്ടത് ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവർ അവരവരുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും അവരവർ പ്രാർത്ഥനകൾ നന്നായി നിർവഹിക്കുകയും അവരവർ നന്മ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ കോടാനുകൂടി മനുഷ്യർ ഈ ഭൂമിയിലുള്ളപ്പോൾ കോടാനുകൂടി അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ പറഞ്ഞ ഓരോ വിശ്വാസവും ഉൾക്കൊള്ളുന്നതിനോടൊപ്പം ഒരാൾ അങ്ങോട്ട് വന്നു ഒരാൾ ഇങ്ങോട്ട് പോയി എന്നൊന്നും പറയുന്നതിന് ഒരു പ്രസക്തിയില്ല, അതിലൊരു കാര്യമില്ല. എന്ന് മാത്രമല്ല, ഈ ചോയ്സായി ഒരു മതം തിരഞ്ഞെടുക്കുന്നവരുണ്ടല്ലോ, ചോയ്സായി, അതായത് ഒരു മതം ഇഷ്ടപ്പെട്ടു ആ മതത്തിലേക്ക് വരുന്നു ഒരാൾ, സേ ഫോർ എക്സാമ്പിൾ ഇസ്ലാമിലേക്ക് വരുന്നു. അയാൾ അയാളുടെ കർമ്മങ്ങളൊക്കെ ഇതിനകത്ത് ജനിച്ചു വീണവനേക്കാൾ ഭംഗിയായി അയാൾ നിർവഹിച്ചോളും. അതിൻ്റെ പുറകിൽ ആരും പോകേണ്ട കാര്യമില്ല, അയാൾ തോളിലേറ്റേണ്ട കാര്യമില്ല, അയാൾ അതിനെ എടുത്ത് എല്ലായിടവും കൊണ്ടുകിടന്നത് അർമാദിക്കേണ്ട കാര്യമില്ല. ഇനി ഏതെങ്കിലും ഒരാൾ അങ്ങനെ വന്ന് അതൊരവസരമാക്കി എടുത്ത് എന്തെങ്കിലും ഒപ്പിക്കാൻ വേണ്ടി അർമാദിക്കുന്നെങ്കിൽ അത് വേറെ ലക്ഷ്യത്തോടെ വരുന്നവരാണ്. അതേസമയം ചെയ്യേണ്ടതെന്താ? ചാൻസ് മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ ഇതിൽ വാപ്പയും ഉമ്മയും അങ്ങനെ ആയിപ്പോയത് കൊണ്ട് ഇതിൽ ജനിച്ചു വീണിട്ട് അതിൻ്റെ ഒരു പരിസരത്തും പോകാതെ ഈ പേരും കൊണ്ട് മാത്രം നടക്കുന്നവർ സ്വയം അവരെ സംസ്കരിക്കാനുള്ള പ്രവർത്തനത്തിലാണ് കൂടുതൽ ഏർപ്പെടേണ്ടത്. അവിടെയാണ് ഞാൻ പലപ്പോഴും ഈ തബ്ലീഗുകാരുടെ കാര്യം പറയുന്നത്. അവർ ഈ ചുറ്റുപാടുകളെ നടന്നതിനേക്കാൾ കൂടുതൽ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സെൽഫ് ചേഞ്ചിനാണ്, അവർ സ്വയം സംസ്കരിക്കപ്പെടുന്നതിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും മതം മാറി എന്ന് പറയുന്ന ഇല്ലാത്ത കഥ, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കഥ. കാരണം ഈ പ്രബോധനം വീക്കിലി ആയാലും ഇനി വേറെ പേജുകളായാലും ഏത് പേജിലായാലും ആ വാർത്തയെടുത്ത് ഇന്ന് ഒരുപാട് ഈ ഫാക്ട് ചെക്കിംഗ് മിഷൻസ് ടൂൾസ് ഉണ്ട്, അതിലേക്ക് ഇട്ടാൽ സത്യം മനസ്സിലാവും. പിന്നെയും എന്തിനാണ് ഇല്ല നീലക്കുയിലിനെ പോലെ അല്ലെങ്കിൽ എന്താ പറയുന്നത് മാങ്ങാക്കുയിലിനെ പോലെയൊക്കെ ഈ നടിമാരുടെ പുറകിൽ ക്യാമറയും കൊണ്ട് നടക്കുന്നവരെ പോലെ മതത്തിനെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അതൊക്കെ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു.